നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില വാർത്തകൾ ഫോളോ ചെയ്യുമ്പോൾ വല്ലാത്ത നടുക്കം തോന്നും. അതിലൊന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ വേദന അനുഭവിച്ച ഒരു പെൺകുട്ടി. കൊടിയ പീഡനമാണ് അവൾ നേരിട്ടത്. ഒടുവിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. പോക്സോ കേസിലെ അതിജീവിതയായ പെൺകുട്ടി ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ നേരിട്ടത് സമാനതകളില്ലാത്ത മർദ്ദനം. പെൺകുട്ടി മരിച്ച കേസിൽ തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിൽ കുഴിപ്പുറത്ത് അനൂപിനെതിരെ പോലീസ് കേസെടുത്തു. അനൂപ് പോലീസ് കസ്റ്റഡിയിലായതിനു തൊട്ടു പിന്നാലെ ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നത് നടുക്കുന്ന വിവരങ്ങൾ. സംശയരോഗത്തിൻ്റെ പേരിൽ അതിക്രൂരമായി അവൻ ആ പെൺകുട്ടിയെ മർദ്ദിച്ചു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവൻ അവളെ ആക്രമിച്ചു. എന്തിനേറെ ഒരു ചുറ്റികയെടുത്ത് അവളുടെ ഗുഹ്യഭാഗം പോലും തകർക്കുന്ന നിലയിൽ അവൻ മർദ്ദിച്ചു. എന്നാൽ ഇപ്പോൾ അനൂപിനെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താനാണ് പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. അടുപ്പക്കാരനായിരുന്ന പ്രതിയുടെ മർദ്ദനം സഹിക്കാനാകാതെ പെൺകുട്ടി ഫാനിൽ കെട്ടി തൂങ്ങി. പെൺകുട്ടി പിടയ്ക്കുന്നത് കണ്ട പ്രതി ഷാളറുത്ത് താഴെയിടുകയായിരുന്നു. മരണകാരണം കെട്ടിത്തൂകിയതാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതി കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചത്. അബോധാവസ്ഥയിലായ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് പ്രതി വൈദ്യസഹായം പോലും നൽകാൻ തയ്യാറായില്ല. അവളുടെ വായും മൂക്കുമൊക്കെ അവൻ പൊത്തിപ്പിടിച്ചു. മരണത്തിനു മുൻപ് പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിക്കുന്നത് പെൺകുട്ടി നേരിട്ട അതിക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങൾ. ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമവും നടന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ കഴുത്തിൽ കുരുക്കിട്ടതിനെ തുടർന്നുണ്ടായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു പറയുന്നു. എഫ്ഐആറിൽ നേരത്തെ പ്രതിക്കെതിരെ വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഭയപ്പെടേണ്ട ഒരു വാർത്ത തന്നെയാണിത്. ആ പെൺകുട്ടി മരിക്കാനിടയായ സാഹചര്യം ഇതൊരു കൊലപാതകം തന്നെയാണ്. എന്നാൽ നിയമത്തിൻ്റെ പഴുതിൽ ആ പ്രതി നരഹത്യാ കുറ്റം എന്ന ഒരൊറ്റ വകുപ്പിലേക്ക് ഒതുങ്ങുന്നു. അതിലപ്പുറം മർദ്ദനത്തിൻ്റെ വകുപ്പുകൾ മാത്രം ചുമത്തപ്പെട്ട് ഏതാനും വർഷങ്ങൾക്കകം അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഇവിടെ നഷ്ടപ്പെട്ടതൊരു പെൺകുട്ടിയുടെ ജീവനാണ്. ആ പെൺകുട്ടിയുടെ മേൽ ആരോപണങ്ങളുടെ ചൂണ്ടുവിരൽ ഉയർത്തുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ട ഒട്ടനവധി പാഠങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രതി അനൂപ് പങ്കുവച്ച ഒരു ഫോട്ടോ, ആ ഫോട്ടോയ്ക്ക് ലൈക്ക് നൽകുന്നതോടെയാണ് ഇരുവർക്കുമിടയിലുള്ള ഒരു ചെറിയ പരിചയം പൊട്ടിമുളയ്ക്കുന്നത്. ലൈക്കിൽ നിന്ന് പിന്നീട് ഹായിലെത്തി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റന്റ് സുഹൃത്ത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാകുന്നു. അവർ തമ്മിൽ നിരന്തരം ചാറ്റ്. ഒരു ദിവസം പെൺകുട്ടിയെ കാണാൻ അവൻ അവളുടെ വീട്ടിലെത്തുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ പിന്നാമ്പുറ കഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു ജവാൻ അവളെ ദത്തെടുത്തതാണ്. പൊന്നുപോലെ അവർ നോക്കാൻ ഉറപ്പിച്ചു. വലിയ സാമ്പത്തിക ഭദ്രതയുള്ള മാതാപിതാക്കൾ. അവൾ അവർക്ക് എല്ലാം നൽകി. എന്നാൽ 4 വർഷങ്ങൾക്ക് മുൻപ് ആ ജവാൻ മരിച്ചു. അതിനു പിന്നാലെ പെൺകുട്ടിക്ക് നേരെ ഒരു പീഡനം. അവൾ യാത്ര ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിലെ 2 ജീവനക്കാർ അവളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന പരാതി. 3 വർഷങ്ങൾക്ക് മുൻപാണ് ആ സംഭവം. പോക്സോ കേസാണ് പോലീസ് എടുത്തത്. 2 ബസ് ജീവനക്കാരും കുടുങ്ങി. 3 വർഷം മുൻപുണ്ടായ സംഭവമാണെങ്കിലും ഒരുപാട് കഴിഞ്ഞാണ് ബസ് ജീവനക്കാർക്കെതിരെ അവൾ പരാതി നൽകിയത്. ഇതിനിടയിൽ നിരവധി ആളുകളുമായി അവൾ സൗഹൃദത്തിന് ശ്രമിച്ചുവെന്നൊക്കെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നു. എന്നാൽ അനൂപുമായുള്ള ബന്ധമാണ് അവളുടെ ജീവിതത്തിൽ ഇത്ര വലിയ തകർച്ചയ്ക്ക് കാരണമായത്. അനൂപ് വലിയ ക്രിമിനലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി കേസുകളിൽ അവൻ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ലഹരി ഇടപാടും തല്ലും പിടിച്ചുപറിയും അടക്കമുള്ള കേസുകളിൽ ഇയാൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് മുൻപ്. പിന്നീട് ഇയാൾ ചോറ്റാനിക്കരയിലെത്തിയത് ഒരു അടിപിടിക്ക് പിന്നാലെ. അനൂപ് ഒരു കൊടും ക്രിമിനലാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങളാണ് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ പുറത്തു വന്നതും. പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് നേരെ എയർഗൺ ചൂണ്ടിയ സംഭവം ഇയാളുടെ പേരിൽ. ഇടുക്കി പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസ്. നാട്ടിൽ സ്വന്തമായി കഞ്ചാവ് ഗ്യാങ്ങുമുണ്ട് ഇയാൾക്ക്. പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന ശനിയാഴ്ച ഇയാൾ നാട്ടിൽ വെച്ചൊരു അടിപിടി ഉണ്ടാക്കി. തലയോലപ്പറമ്പിനടുത്ത് മിഠായി കുന്നത്ത് വെച്ച് 2 കൗമാരക്കാരിൽ നിന്ന് ഇവൻ ഫോൺ തട്ടിപ്പറിച്ചു. എന്നാൽ ഇവർ ഫോൺ വിട്ടുകൊടുത്തില്ല. തുടർന്ന് ഇയാൾ അവരെ ആക്രമിച്ചു. ഇതിൻ്റെ പേരിൽ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ എൻഗേജ്ഡ്. പിന്നീട് ഇയാൾ നേരെ ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് രാത്രി പുറപ്പെട്ടു. വീടിന് മുന്നിൽ മറ്റൊരു യുവാവ് നിൽക്കുന്നത് കൂടി കണ്ടതോടെ ഇയാൾ അകത്ത് കയറി പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നുപോകുന്ന ഇയാളുടെ പേരിൽ 20ഓളം നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു.
ഇക്കഴിഞ്ഞ ഡിസംബർ 21 പെൺകുട്ടിയുടെ വീട്ടിലെത്തി പ്രതി റോഡിനു കുറുകെ തൻ്റെ ബൈക്ക് വെച്ചത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ അവൻ കയർത്തു. പിന്നീട് അത് ചോദിക്കാനായി വന്ന നാട്ടുകാർക്ക് നേരെ കയ്യോങ്ങി. പെൺകുട്ടി നേരിട്ടതോ സമാനതകളില്ലാത്ത ക്രൂരത. പ്രതി തല ഭിത്തിയിൽ പലവട്ടം ഇടിപ്പിച്ചുവെന്നാണ് അവൻ പോലീസിന് നൽകിയ മൊഴി. മർദ്ദനത്തിൽ തളർത്ത പെൺകുട്ടി ഒടുവിൽ ഗത്യന്തരമില്ലാതെ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ചത്തോ എന്നായിരുന്നു അയാളുടെ പ്രതികരണം. പെൺകുട്ടി ഷാൾ കുരുക്കി താഴേക്ക് ചാടിയതോടെ ഇയാൾ കത്തിയെടുത്ത് ഷാൾ മുറിക്കുന്നു. ഇയാൾ പറയുന്ന കഥയാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയും തൂങ്ങിമരണവുമൊക്കെ. കൊടിയ ക്രിമിനലായ ഇവൻ അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്നതാണ് വാസ്തവം. എന്നാൽ ഒടുവിൽ അവൻ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ച. ഇതൊക്കെ കേരളത്തിലെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഒരു മിന്നൽ വേഗതയിൽ കാണുന്ന ബന്ധങ്ങളാണ് വലിയ സൗഹൃദങ്ങളിലേക്ക് കടക്കുന്നത്. അതാവട്ടെ പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കുന്നു. അനൂപിനെ പോലെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും നമ്മളൊന്ന് ഭയക്കും. അത്തരം ക്രിമിനലുകളുടെ പിന്നാലെ എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ പാഞ്ഞു ചെല്ലുന്നത്? പുതിയ തലമുറയുടെ ചിന്തകൾ ഏറെ മാറിപ്പോയി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതൊക്കെ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ ഹരം പകരുന്നത് ഇത്തരം വിചിത്ര ക്രിമിനൽ സ്വഭാവം തന്നെയാകാം. കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ കലർന്ന അവരുടെ ഭാവനാലോകം വ്യത്യസ്തമായിരിക്കും. ഒരുവിധം ആൺകുട്ടികളൊന്നും ഇങ്ങനെ ധൈര്യത്തോടെ ഇത്തരം ബന്ധങ്ങൾക്ക് വേണ്ടി മറ്റു വീടുകളിലേക്ക് പാഞ്ഞു ചെല്ലാറില്ല. അതിനൊക്കെ ഇത്തിരി ക്രിമിനൽ പശ്ചാത്തലം വേണം. പലപ്പോഴും പെൺകുട്ടികൾ ചെന്ന് വീഴുന്നത് ഇത്തരം ക്രിമിനലുകളുടെ പക്കൽ. ആ അമ്മ പലവട്ടം കരഞ്ഞ പെൺകുട്ടിയോട് പറഞ്ഞു, അനൂപുമായുള്ള ബന്ധം വേണ്ട മോനെ എന്ന്. ഒരിക്കൽ ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞ് വരുമ്പോൾ അവൻ അവളുടെ മുറിയിലുണ്ട്. നീ വീട്ടിൽ പോയി വീട്ടുകാരെ വിളിച്ചുകൊണ്ടുവാ, കല്യാണം കഴിക്കാനാണെങ്കിൽ കഴിപ്പിച്ചു തരാം എന്ന് വേദനയോട് അമ്മ പറഞ്ഞു. എന്നാൽ ഇനിയും താൻ ആ വീട്ടിൽ താമസിച്ചാൽ മകളും അനൂപും ചേർന്ന് തന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട അമ്മ. അനൂപിൻ്റെ ഭാഗത്തു നിന്ന് ആ അമ്മയുടെ നേർക്ക് പലവട്ടം വധഭീഷണികൾ വരെ ഉണ്ടായി. ജീവൻ ഭയന്നാണ് മകളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു വീട്ടിൽ താമസമുറപ്പിച്ചത്. അതുകൊണ്ട് മാത്രം അവരുടെ ജീവനെങ്കിലും രക്ഷിച്ചു. ഇത്തരം ക്രിമിനലുകളുടെ കയ്യിലകപ്പെട്ടാൽ ഏതൊക്കെ തലത്തിൽ നിങ്ങൾ പിച്ചി ചീന്തപ്പെടുമെന്ന് നമുക്ക് പ്രവചിക്കുക വയ്യ. സമാനമായ സാഹചര്യമാണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടിക്കുമുണ്ടായത്. അവൾ മൃഗീയമായി മർദ്ദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, എത്ര സുന്ദരമായ കുടുംബത്തിൽ അവൾ ഒരു മാലാഖക്കുട്ടിയെപ്പോലെ കഴിയേണ്ടതാണ്. അതിനവൾക്ക് യോഗമുണ്ടായില്ല എന്ന് മാത്രമല്ല, ജീവിതം നഷ്ടപ്പെടുക കൂടി ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഇൻസ്റ്റൻറ്റ് സുഹൃത്തിൻ്റെ പേരിൽ. ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.